ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സിന്റെ പല സ്ഥലങ്ങളും കയ്യടി വന്നപ്പം ഈ ഇട്ട എഫേർട്ടിനെല്ലാം ഒരു റിസൾട്ട് വന്നതായിട്ട് കണ്ടു. താങ്ക് യു സോ മച്ച് ഇൻ ഓൾ ദ ട്രസ്റ്റ്. ഏറ്റവും വലിയ താങ്ക്സ് ദൈവത്തിനോടും പിന്നെ എൻ്റെ സുഹൃത്ത് പൃഥ്വിനോടും ഫോർ ബിലീവിങ് ഇൻ മീ. താങ്ക് യു. തീർച്ചയായിട്ടും നമുക്ക് ലാലേട്ടനെ കാണുമ്പോഴും പൃഥ്വിനെ കാണിക്കുമ്പോഴുള്ള മ്യൂസിക്കുകൾ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ച്, അതൊക്കെ എത്ര നാളത്തെ പരിശ്രമമായിരുന്നു. കുറച്ചധികം നാൾ തന്നെ വേറെ പടങ്ങളൊന്നും ചെയ്യാതെ ഇതൊരു തപസ്യ മാതിരി തന്നെ ഇരുന്നിട്ട് ചെയ്ത വർക്കാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. കാരണം വേറെ പ്രോജക്ട്സ് ഇതിൻ്റെ ഇടയിൽ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പലതും ഒരുപോലെ ഇരുന്നേനെ. ഇത് മാറി കുറേ നാളൊരു 7-8 മാസം ഇതിൻ്റെ പുറകെ തന്നെ ഇരുന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിലും ഉറപ്പായിട്ടും അവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ് മ്യൂസിക്. അതെ. തേർഡ് പാർട്ടിൻ്റെ കഥയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ തേർഡ് പാർട്ട് പിടിക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ട് അറിയുന്നതാണ് നല്ലത്. ഒത്തിരി സന്തോഷം ദീപകേട്ട, ഒത്തിരി സന്തോഷം. മലയാളികൾക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് എമ്പുരാനെ നിറുകയിൽ എത്തിച്ച ദീപക് ആണത്. നല്ലൊരു കൈയടിയോട് കൂടി നമുക്ക് അദ്ദേഹത്തെ യാത്ര അയക്കാം. फिल्म हम देखा है, अच्छा है. So hoping you all saw the film and thank you so much for the response. I was so happy with it and that's it. Thank you. See you in cinema second. Thank you very much. Third part mein? Sorry? Third part. I don't know. എന്തായാലും തേർഡ് പാർട്ടിൽ ഉണ്ടാവുമെന്ന് ഒരിക്കലും അറിയില്ല. എങ്കിലും നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരൻ, നമ്മുടെ ഫാൻസുകാർ എല്ലാവരും കൈയടി അടിക്കാൻ കേട്ടോ. ഉറപ്പായിട്ടും നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു വെരി മച്ച്.